എൻ.എം. വിജയന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തിരിക്കുകയാണ്. IC ബാലകൃഷ്ണൻ MLA-യും DCC പ്രസിഡന്റ് ND അപ്പച്ചനെ അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ കുരുക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും IC ബാലകൃഷ്ണനെതിരായ കേസിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പാർട്ടി അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കും. പോലീസ് അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത വിജയന്റെ കുടുംബത്തിനുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കണത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നതാണ്. കേസും അതും വേറെ. ഞാൻ പറഞ്ഞുതരാം. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ, ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത്? ഇവിടെ ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വമില്ലേ? കുടുംബം കൊണ്ടൊന്നും നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ല, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പുതിയ സംഭവ വികാസങ്ങൾ, NM വിജയന്റെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തുന്നു. അതിന് പിന്നാലെ തന്നെ IC ബാലകൃഷ്ണൻ MLA-യെയും ND അപ്പച്ചനെയും DCC പ്രസിഡന്റിനെയും പ്രതി ചേർത്തിരിക്കുകയാണ് പോലീസ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് എത്ര വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്? സാജു, കേൾക്കാമോ? സാജുവിലേക്ക് വരാം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA-യെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും പ്രതി ചേർത്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി അന്വേഷണം നടക്കുന്നുണ്ട്. പാർട്ടി അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം പാർട്ടി തലത്തിലുള്ള തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. KR സാജു ചേരുന്നു. സാജു, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമടക്കം എത്ര വലിയ വെട്ടിലേക്ക് നീങ്ങുകയാണ്, എത്ര വലിയ തലവേദനയായിരിക്കുകയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ? ദിവ്യ, നമുക്കറിയാം PP ദിവ്യയ്ക്കെതിരായ ആത്മഹത്യാ പ്രേരണ കേസ് രാഷ്ട്രീയമായി വല്ലാതെ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിയതാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ ഒരു MLA അടക്കമുള്ള നേതാക്കൾക്കെതിരെ അതേ കുറ്റം ചുമത്തപ്പെടുന്നത്. സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന, പ്രതിപക്ഷ നേതാവും VD സതീശൻ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം, ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് വിടുകയാണ്, കേസെടുക്കണ്ടെന്നോ FIR രജിസ്റ്റർ ചെയ്യണമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് നിയമപരമായ വഴിക്ക് തന്നെ നടക്കട്ടെ. പക്ഷേ പാർട്ടിയുടെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണമുണ്ട്, അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തീരുമാനം വേണമോ അതൊക്കെ പാർട്ടി കൈക്കൊള്ളും എന്ന നിലപാടാണ് VD സതീശൻ വിശദീകരിക്കുന്നത്. തങ്ങളുടെ പാർട്ടി നേതാക്കൾ കാരണം NM വിജയന്റെ കുടുംബത്തിന് ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബാധ്യതകളുടെ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണ കമ്മീഷൻ അതുകൂടി പരിശോധിക്കുന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ സാജുവിലേക്ക് വരാം. KPCC ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ വിഷയം പരിശോധിക്കാനായി, പഠിക്കാനായി. അതിന് നേതൃത്വം നൽകുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടിരുന്നു.